വി ഷുഡ് നോട്ട് ബി ഗവേൺ ബൈ എ ഐ അല്ലെ, നമ്മളാണ് ഗവേൺ ചെയ്യേണ്ടത് ടെക്നോളജീനെ എന്തുമായാലും. അതേസമയം അല്ല, അതൊരു വലിയ ഇഷ്യൂ അല്ലോ സാർ. ഇപ്പൊ അൽബേനിയയിൽ മറ്റേ ആ ഒരു പ്രൈം മിനിസ്റ്റർ ഒരു അനൗൺസ്മെന്റ് വന്നല്ലോ, അവർ മിനിസ്റ്റർ ഈസ് ഗോയിങ് ടു ഡെലിവർ 83 ബേബീസ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ആ സമയത്ത് നമ്മൾ അത് നമുക്ക് മനസ്സിലാവും ദാറ്റ് ഈസ് എൻ എ ഐ മിനിസ്റ്റർ എന്നുള്ളത്. പക്ഷെ അതിൻ്റെ അകത്ത് അവരിങ്ങനെ കുറെ കാര്യങ്ങൾ പറയാണ്. കാരണം ഈ മിനിസ്റ്റർക്ക് 83 പുതിയ പ്രോഡക്ട്സ് വരികയാണ്, പുതിയ എ ഐ സാധനങ്ങൾ വരുന്നു, പുതിയ ആപ്ലിക്കേഷൻസ്. പക്ഷെ ഇൻ എ വേ അൽബേനിയ ഒരു ചെറിയ രാജ്യമാണ്, കറപ്ഷന് വളരെ പേരുകേട്ട രാജ്യമാണ്. അത് ഭയങ്കരമായിട്ട് നിയന്ത്രിക്കാൻ ഇവർക്ക് ഈ എ ഐയുടെ ഇൻഫ്ലുവൻസ് കൊണ്ട് പറ്റിയിട്ടുണ്ട്. അവരുടെ പാർലമെന്റിലെ പ്രസംഗങ്ങൾ കോപ്പി ചെയ്യുന്നതും അതിന്റെ ഫോളോ അപ്പ് ചെയ്യുന്നതും അത്തരം തീരുമാനങ്ങളിലെല്ലാം അവർക്ക് ഈ ടെക്നോളജി നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റി. പക്ഷെ എന്നാലും പലരും ചോദിച്ച ഒരു ചോദ്യം ഞാൻ ആ സമയത്ത് കേട്ടു. ബിക്കോസ് അവരുടെ ലോയിലും പറയുന്നത് എ മിനിസ്റ്റർ ഷുഡ് ബി എ നാച്ചുറൽ ഹ്യൂമൻ ബീയിങ് എന്ന് പറയുന്നുണ്ട്. ഐ മീൻ ദാറ്റ് ഇസ് പാർട്ട് ഓഫ് ദ ലോ. പക്ഷെ അങ്ങനെയല്ല അത് അല്ലെ. പക്ഷേ അവർ കൊടുക്കുന്ന ഡാറ്റ ശരിയാണെങ്കിൽ എനിക്ക് തോന്നുന്നു അതൊരു നല്ല കാര്യമാണ്. കാരണം നമ്മുടെ മിനിസ്റ്റേഴ്സൊക്കെ എത്രത്തോളം അവർക്ക് എന്തെല്ലാം കാര്യങ്ങൾ അവർ ഒരു പൊളിറ്റീഷ്യൻസിനെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു. നമുക്ക് പൊളിറ്റിക്സിൽ പർട്ടിക്കുലർ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലെങ്കിലും, ബിക്കോസ് പൊളിറ്റീഷ്യൻസ് നമ്മുടെ നാട് മുന്നോട്ട് പോകണമല്ലോ. അപ്പം അവർ 24 hours വർക്ക് ചെയ്യുന്ന ആൾക്കാരല്ലേ. എന്തോരം കാര്യങ്ങൾ അവർ കാണുന്നുണ്ടാവും, കേൾക്കുന്നുണ്ടാവും, മറന്നു പോകുന്നുണ്ടാവും. അപ്പോൾ അത്തരം കാര്യങ്ങളിലൊക്കെ അസിസ്റ്റ് ചെയ്യാൻ ഒരു എ ഐ ടൂളിനെ അവർക്ക് പറ്റുകയാണെങ്കിൽ ഇത്തരം ഒരു അസിസ്റ്റന്റ് എ ഐ മിനിസ്റ്റേഴ്സ് എല്ലാവർക്കും കൊടുക്കുന്നത് നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യണത്. അല്ല ശരിക്കും. അപ്പോൾ അവരുടെ കാര്യത്തിൽ അവർക്ക് കറപ്ഷൻ ശരിക്കും കൺട്രോൾ ചെയ്യാൻ പറ്റി.